ആശാ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് മന്ത്രി വീണ ജോർജ് ആരോപിച്ചു. ഇൻസെന്റീവിനെ കുറിച്ച് ഒന്നും പറയാതെ ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതി എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി, കേന്ദ്രം വർദ്ധിപ്പിക്കേണ്ട എന്നതാണ് രാഷ്ട്രീയം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 400 പേരെ സമരത്തിനുള്ളൂ. ബാക്കി 24,000-ലേറെ പേർ തൊഴിലെടുക്കുന്നുണ്ടെന്നും വീണ ജോർജ് ഡൽഹിയിൽ പറഞ്ഞു. വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി രാഷ്ട്രീയം മനസ്സിലാക്കാൻ. 2005-2006 കേന്ദ്ര സ്കീമിൽ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അത് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഓർഡിനറി വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ള പൊളിറ്റിക്സ് ആണ് ഈ സമരത്തിൻ്റെ എന്നുള്ളതാണല്ലോ. പക്ഷേ അതിൽ വർദ്ധിപ്പിച്ചു. ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി, അങ്ങ് ഡൽഹിയിൽ പോയി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ. അത് SUCI അതാണ് മുന്നോട്ട് വെക്കുന്നത്. 26,125 ആശമാർ സംസ്ഥാനത്തുണ്ട്. അതിൽ മൊത്തം കണക്കുകൾ എടുക്കുമ്പോൾ 400-450 പേരാണ് പരമാവധി. ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ അത് പനിയായിട്ടോ അല്ലാതെയൊക്കെ ലീവ് എടുത്ത് വരാതിരിക്കുന്നവരുടെ കൂടി കണക്കും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാലും 400-450 പേരാണ് ഉള്ളത്. ഇതാണ് ഒരു നിസ്സഹകരണത്തിലുള്ളത്. ബാക്കി 25,600 പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽഡിലുണ്ട്. അവർ സർക്കാരിനെ വിശ്വസിച്ച് ആണ്. ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് നമ്മളോടൊപ്പം. അനൂപ്, ഇന്ന് കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുന്നു. ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ മന്ത്രി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആശാപ്രവർത്തകരുടെ പ്രതികരണത്തിൽ രാഷ്ട്രീയമാണ് എന്നുള്ളത് കൂടി മന്ത്രി പറയുന്ന കാര്യം, നേരത്തെ കേരളത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഡൽഹിയിൽ ആവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് ഈ സമരത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ന്യൂനപക്ഷം മാത്രമേ സമരം ചെയ്യുന്നുള്ളൂ. 26,000-ലധികം ആശമാരുള്ളതിൽ 400-ലധികം പേർ മാത്രമേ സമരത്തിനുള്ളൂ. SUCIയുടെ രാഷ്ട്രീയമാണ് സമരത്തിന് പിന്നിൽ എന്ന് വ്യക്തമാണ്. അത് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനല്ല, ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി മന്ത്രി എന്തിനാണ് ഡൽഹിയിൽ പോകുന്നത് എന്ന ചോദ്യം ആശാവർക്കർമാരുടെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ വന്നിരുന്നു. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ, എന്തിനാണ് ഡൽഹിയിൽ പോയി ചർച്ച നടത്തുന്നത് എന്ന ചോദ്യം. ആ ചോദ്യത്തിൽ പിടിച്ചുകൊണ്ടാണ് വീണ ജോർജ് പറഞ്ഞത്, ഈ ചോദ്യം തന്നെയാണ് പ്രശ്നം. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട, എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതി എന്ന നയം അത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഉന്നമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ്. അതിനെയാണ് എതിർക്കുന്നത്. എങ്കിൽ പോലും സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കൽ. ഈ കഴിഞ്ഞ ഒട്ടേറെ വർഷമായിട്ടും, അതായത് ഈ പദ്ധതി രൂപീകരിച്ച് മുന്നോട്ട് പോയി ഇത്രയധികം വർഷമായിട്ടും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞ വീണ ജോർജ് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലുള്ള ആശാവർക്കർമാരിൽ 80% പേർക്ക് 10,000-നും 13,000-നും ഇടയിൽ മാസം ഈ പണം ലഭിക്കുന്നുണ്ട്. അതിൽ 13,000 രൂപ ലഭിക്കുന്ന ആളുകൾക്ക് 10,000 രൂപ നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് അല്ല. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വേണം ആശാമാർ മുന്നോട്ട് പോകാൻ എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും 26,000-ഓളം ആശാവർക്കർമാർക്ക് സംസ്ഥാന സർക്കാരിൽ വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ ഏതാണ്ട് 9 വർഷത്തിനിടെ 6,000 രൂപ വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ്, അവരാണ് ഇടതുപക്ഷമാണ് കൂടെ നിൽക്കുന്നത് എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വീണ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ ഇന്ന് നൽകാൻ കഴിയുന്ന മറ്റൊരു വിവരം, വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സഭ നടക്കുന്നതിനാൽ ഇന്ന് ഡേറ്റ് കിട്ടുമോ കൂടിക്കാഴ്ചയ്ക്ക് എന്ന കാര്യത്തിലും മന്ത്രിക്ക് ഉറപ്പില്ല. അഥവാ ഇന്ന് കാണാൻ കഴിഞ്ഞാൽ ഇന്ന് കണ്ട് ആശാവർക്കർമാരുടെ ഇൻസെന്റീവിന്റെ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടും. വയനാട്ടിലും കാസർഗോഡും മെഡിക്കൽ കോളേജ് അനുവദിക്കുന്ന കാര്യവും എയിംസിന്റെ കാര്യവും ചൂണ്ടിക്കാട്ടുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ശരി, ഇൻസെന്റീവിനെ കുറിച്ചൊന്നും പറയാതെ ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതി എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്നുള്ളതും അത് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ളതിൽ കൃത്യമായി SUCIയുടെ രാഷ്ട്രീയമാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ വിമർശനം.